മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 41 42 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സസ് 41 and 42. അവൻ ആദ്യമേ തന്റെ സഹോദരനായ ശിമിയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നു. ആവശ്യമായ സേവനം നിർവഹിച്ച ശേഷം രംഗത്ത് നിന്ന് പിന്മാറുന്ന സ്വഭാവക്കാരനായിരുന്നു അന്ത്രയോസ്. തന്നെയോ തന്റെ സേവനത്തെയോ മറ്റുള്ളവർ അറിയണമെന്നും പേരും പ്രശസ്തിയും ലഭിക്കണമെന്നും താൻ ആഗ്രഹിച്ചില്ല. അന്ത്രയോസിനെ പറ്റി അധികമായി അറിവൊന്നും നമുക്കില്ല. പുതിയ നിയമത്തിൽ ചില ഭാഗത്ത് ചുരുക്കമായി പരാമർശിച്ചിട്ടുള്ളത് നമുക്ക് പ്രയോജനകരമാണ്. ചില അവസരങ്ങളിൽ മറ്റാളുകളെ ഈശോയുടെ സമീപത്ത് എത്തിച്ച ശേഷം രംഗത്തുനിന്ന് ഒഴിഞ്ഞു മാറുന്നു. ആദ്യം പത്രോസിനെ ഈശോയുടെ അരികിലേക്ക് ആനയിച്ചു. മറ്റൊരിക്കൽ 5 അപ്പവും 2 മീനുമായി വന്ന ബാലകനെ ഈശോയുടെ സമീപത്തേക്ക് എത്തിച്ചു. ഈശോയെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിച്ച ഗ്രീക്കുകാരെയും ഈശോയുടെ അരികിൽ എത്തിച്ചത് അന്ത്രയോസ് ആയിരുന്നു. ഒരിക്കലും മുൻനിരയിൽ നിൽക്കുവാൻ താൻ ആഗ്രഹിച്ചില്ല. പിന്നിൽ നിന്നുകൊണ്ടുള്ള രഹസ്യ സേവനമായിരുന്നു തനിക്കിഷ്ടം. അന്ത്രയോസ് പിന്നണിയിൽ നിന്നെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തനിക്ക് സാധിച്ചു. ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസിനെ രംഗത്ത് കൊണ്ടുവന്നത് വലിയ നേട്ടമായിരുന്നു. 5000 പേർക്ക് അതിശയകരമായ ഭക്ഷണം പ്രദാനം ചെയ്യുവാൻ അന്ത്രയോസ് ആയിരുന്നു കളമൊരുക്കിയത്. ഗ്രീസിൽ ഈശോയെപ്പറ്റി അറിയുവാൻ അന്ത്രയോസ് മുഖാന്തരമായി. അറിയപ്പെടാത്ത സേവന രംഗത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ആവശ്യമെങ്കിൽ തക്ക സമയം ദൈവം നമ്മെ മുൻപന്തിയിലേക്ക് പ്രവേശിപ്പിക്കും. നമ്മുടെ ചുമതലകൾ വിശ്വസ്തയോടെ നിർവഹിച്ചാൽ മതി. നമുക്ക് ബഹുമാനസ്ഥാനം ലഭിച്ചില്ല, അർഹതയുള്ള പ്രവർത്തനം കിട്ടിയില്ല എന്നൊക്കെ പരാതി പറയുന്നവരുണ്ട്. എന്നാൽ അറിയപ്പെടാത്ത സേവനം ചെയ്യുന്നവരെ അറിയുന്ന ദൈവം അനുഗ്രഹിക്കും, സംശയമില്ല. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.